ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ 2023-24 വർഷത്തെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഇക്രൽ ഫിക്രൽ ആത്തിയ വാജിബൻ അസില. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിക്ര എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ്. ഓക്കെ. മല്ലൊരു സഹിലിൻ ജമീൽ. താഴ്വരയിലെ കാഴ്ചകൾ വളരെയധികം മനോഹരമാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഫിഹി അഷ്ജാറുൻ കസീറ. അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. അസ്സഹലു മുലവ്വനാബിൽ അസ്ഹാരി റായിഹ. എന്താണ്? നല്ല ഭംഗിയുള്ള, അസ്ഹാർ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ, പൂവുകൾ, നല്ല പുഷ്പങ്ങൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു താഴ്വരയാണ്. തത്തീർ തുയൂർ ഹിലാലിൽ അസ്ജാരി വൽ അറാസ്. തത്തീർ തുയൂർ, പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ഹിലാലിൽ അസ്ജാർ, മരങ്ങൾക്കിടയിലൂടെയും, വൽ അറാസ്, ഇങ്ങനെ ചെറിയ ചെടികൾക്കിടയിലൂടെയും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. വഫീഹി ജദുവലുൻ മാ ഉൻ നഖീയുൻ. അവിടെ ഒരു ജദുവലുണ്ട്. ജദുവൽ എന്ന് പറഞ്ഞാൽ അരുവി, ഒരു അരുവിയുണ്ട്. മാ ഉ നഖീയുൻ, നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവിയും അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിക്ര എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു പാരഗ്രാഫാണ്. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുത്തറാദിഫു ജമീല. ജമീല എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ അതേ സെയിം മീനിങ് വരുന്ന വാക്കിനെയാണ് നമ്മൾ മുത്തറാദിഫ എന്ന് പറയാം. അപ്പം ഇതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഇതിലെ? ജമീല എന്ന അർത്ഥം വരുന്നത് ആബിൽ അസ്ഹാരി റായിഹ എന്നുള്ളത്. റായിഹ എന്നുള്ളത് എന്താണ്? ജമീല എന്നുള്ളതിൻ്റെ അതേ അർത്ഥം വരുന്ന, മനോഹരം, ഭംഗി എന്നർത്ഥം വരുന്നതാണ്. ഇനി മുഫ്രദ്, മുത്തറാദിഫും മുഫ്രദും കൂടെ മാറിപ്പോവരുത്. മുത്തറാദിഫ് ഒരേ മീനിങ് വരുന്നത്. മുഫ്രദ് എന്ന് പറയുന്നത് ഏകവചനം. മനാലിർ, കാഴ്ചകൾ. കാഴ്ചകൾ എന്നതിൻ്റെ ഏകവചനം എന്താണ്? മുഫ്രദ് എന്താണ്? മൻലർ. മൻലർ സഹിലി. അപ്പോൾ അവിടെ മൻലർ എന്നുള്ളതാണ് അതിൻ്റെ ഏകവചനമായിട്ട് വരുന്നത്. മൂന്നാമത്തേത് ലിദ്ദു കലീല. ലിദ്ദു കലീല. ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. കലീല എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പോൾ കുറേ എന്നുള്ള വാക്കാണ് വേണ്ടത്. അതേതാണ്? കസീറ. അപ്പോൾ ലിദ്ദു കലീല എന്ന് പറഞ്ഞാൽ ആൻസർ കസീറ എന്നുള്ളതാണ്. നാലാമത്തത് ജം ഒ അറസ്. അർസ്. അർസ് എന്ന് അഥവാ ചെടി എന്നതിൻ്റെ ജം. ജം എന്ന് പറഞ്ഞാൽ മുഫ്രദിന്റെ നേരെ ഓപ്പോസിറ്റ്, ബഹുവചനം, കുറേ എന്ന് പറയുന്ന അർത്ഥം. പ്ലൂറൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അർസ് എന്നത് പറഞ്ഞാൽ ചെടി, അതിൻ്റെ ജം എന്ന് പറഞ്ഞാൽ അറാസ്. ഓക്കെ, അറാസ് എന്നതാണ്. അഞ്ചാമത്തേത് തെത്തീറു തുയൂറു. പക്ഷികൾ പറക്കുന്നുണ്ട്. ഹിലാലി, ഇടയിലൂടെ. എന്തിൻ്റെ ഇടയിലൂടെയാണ്? അൽ അസ്ജാരി വൽ അറാസ്. നമ്മുടെ ഈ ഇതിൽ തന്നെ ഉണ്ട്, അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. അൽ അസ്ജാരി വൽ അറാസ്. ആറാമത്തേത് മാഉൽ ജദുവലി. അരുവിയിലെ വെള്ളം എന്ന് പറയുന്നത് നെക്കിയുൻ. അവിടെ എന്താ എഴുതേണ്ടത് നമ്മൾ? നെക്കിയുൻ, വളരെ പ്യൂരി അഥവാ ചളിയൊന്നും ഇല്ലാത്ത വളരെ തെളിഞ്ഞ വെള്ളമാണെന്ന് അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അജിബു അനിൽ സ്നേനി ഫക്കത്ത്. ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഇവിടെ 2 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. 7ാമത്തെ ചോദ്യം, കമ്മിലിൽ ഫറാ മിമ്മ ബൈനൽ കൗസൈൻ. ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാല, പറഞ്ഞു, ഡേഷ് അന അഹ്ല ഫാന അജ്മൽ. എന്താണ്? ഞാനാണ് ഉയർന്നത്, ഞാനാണ് നിന്നേക്കാൾ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ആരാണ്? അൽ ജബലാണോ, സഹിലാണോ, നഹ്ലയാണോ? ആരാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആരാണ്? ജബലാണല്ലോ. അപ്പോൾ അവിടെ അൽ ജബൽ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇതിലെ ഭാഗം നോക്കൂ. കാല, പറഞ്ഞു, ഡേഷ് അന അക്വ അംഷി അന ജമീ ഇൽ ഹഷ്ബ്. എന്താണ്? ഞാൻ നിന്നേക്കാൾ ശക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു. ആരാണ്? മിസ്മാറാണോ, മിറാത്താണോ, അതോ മിൻഷാറാണോ പറഞ്ഞത്? ആരായിരുന്നു? മിൻഷാറാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെ മിൻഷാർ എന്ന് എഴുതി കൊടുക്കുക. ദെൻ അടുത്തത് നോക്കൂ. 8ാമത്തെ ചോദ്യം, യഖ്തരി തസ്രീഹൽ മുനാസിബ ബി മാന സത്രിഫിൽ മുറബ്ബ്. താഴെ ബോക്സിൽ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു ലൈനിന് യോജിച്ച സെന്റൻസ് ഏതാണെന്ന്, അഥവാ അർത്ഥം വരുന്ന അതേ സെന്റൻസ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെറൽ അംവാഹിൽ ജാരിയ അലാ തെല്ലി അലാ സഹിലി. എന്താണ്? വെള്ളം ഒഴുകുന്നത് അരുവികളുടെ ഇടയിലൂടെയാണെന്നാണ്. ആദിഹി മഹ്ലൂക്കാത്ത് കുല്ലുഹാമിൻ സൊനായി റബ്ബിൽ ആലമീൻ. എല്ലാ മഹ്ലൂക്കാത്തും, എല്ലാ സൃഷ്ടിയും അള്ളാഹുവിൻ്റെതാണ്. നെറൽ മിയാവു തജിരി തഹ്തൽ ജിബാലി വെൽവാദി. എന്താണ്? വെള്ളം ഒഴുകി വരുന്നത് മലയുടെയും അതുപോലെ തന്നെ
താഴ്വരയുടെയും ഇടയിലൂടെയാണെന്നാണ്, അതിൻ്റെ താഴെ കൂടെയാണെന്നാണ് പറയുന്നത്. തസ്രീഹി ഫി ലിലാലിൽ അസ്ജാരിമാൽ അൻസാമിൽ ബാരിദ, എന്താണ്, മരം നമുക്ക് തണലും അതുപോലെ തന്നെ ശുദ്ധവായും ഒക്കെ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത്തെയാണ് അല്ലേ. നെറാമിയായി തെജിരി തെഹ്തൽ ജിബാലിൽ വാദി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം നോക്കൂ. ഉക്തുബുൽ ജമോ, നിങ്ങളോട് ബഹുവചനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹക്കില് ഹുക്കൂല്, ഹക്കില് എന്ന് പറഞ്ഞാൽ വയല്, ഹുക്കൂല് വയലുകൾ, സഹറ് പൂവ്, അസ്ഹാറ് പൂവുകൾ, സഹില്, സഹിലിന്റെ ജം എന്താണ്? സുഹൂല്. ഓക്കെ, സഹില് സുഹൂല്, ഷക്കില് അഷ്കാല്. ഓക്കെ, ഇനി അജ്ബാനി സിത്തതി ഫക്കത്, 6 ഉത്തരം എഴുതേണ്ടത്. 10 മുതൽ 17 വരെയുണ്ട്. 10ാമത്തെ ചോദ്യം ഇക്രൽ ഫിക്രത്താലിയ വാജിബുൻ അസില, താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് നിങ്ങളോട് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കാത്തുൽ ഇംതിഹാനാത്തി ഫിൽ മദ്രസ, മദ്രസയിലെ എക്സാം ഹാള്. അൽ ഉസ്താദ് യുവസുൽ ഔറാഖുൽ അസ്ഇല, ഉസ്താദ് എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യാണ്. എജ്ലിസുൽ ആമിർ അൽ മക്കദ് മുത്തുരിക്കൻ റസൗ, എന്താണ്? ആമിർ ബെഞ്ചിൽ ഇരിക്കുകയാണ്. മുത്തുരിക്കു റസൗ, തല താഴ്ത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വലാ യുജീബു അൻഷേ, എന്താണ്? അവനക്ക് ഒരു ഉത്തരവും അറിയില്ല. 1ാമത്തെ ചോദ്യം മൻ യുവസു ഔറാഖുൽ അസ്ഇല, ആരാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്നത്? ആരാണ്? അൽ ഉസ്താദ്. അപ്പോൾ അവിടെ അൽ ഉസ്താദ് എന്ന് എഴുതി കൊടുക്കുക. കൈഫ ഖാന യജ്ലിസു ആമിർ അൽ മക്കദി, എങ്ങനെയാണ് ആമിർ ബെഞ്ചിൽ ഇരിക്കുന്നത്? എങ്ങനെയായിരുന്നു? മുത്തുരിക്കൻ റസൗ, തല താഴ്ത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മുത്തുരിക്കൻ റസൗ എന്ന് എഴുതാം. ജീമ് അയിന യജ്ലിസു ആമിർ, ആമിർ എവിടെയാണ് ഇരിക്കുന്നത്? അലൽ മക്കദി, ബെഞ്ചിന്റെ മുകളിലാണ്. അപ്പൊ അലൽ മക്കദി എന്ന് എഴുതാം. ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. തർജിമിലൽ ലോത്തിക്ക, നിങ്ങളുടെ ഭാഷയിൽ ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അൽ അമലു ഫിൽ ഹക്കിലി റായൻ, എന്താണ്? വയലിൽ ജോലി ചെയ്യൽ നല്ല രസമുള്ള ഒരു കാര്യമാണ്, നല്ല രസമുള്ളതാണ്. ഇന്നലേക്കറിയെത്തി ദൗറൻ കബീറൻ ഫി ബിനായിൽ ബിലാദ്, തീർച്ചയായും ഗ്രാമത്തിന് രാഷ്ട്ര നിർമ്മിതിയിൽ വലിയ പങ്കുണ്ട്. ഹക്കൻ, എന്താണ്? സത്യമായിട്ടും ഇന്ന റൂഹ് ബിലാദിന ഫിക്കറിയ, സത്യമായിട്ടും നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് കറിയയിലാണ്, ഗ്രാമത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ നിങ്ങൾ എന്താണോ തന്നിട്ടുള്ളത് വായിച്ചു മനസ്സിലാക്കുക, അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി 12ാമത്തെ ചോദ്യം ബാസിമ മക്കാന ജാസിർ വക്തുബ് മാ തബ്ദീലാത്തിൽ ലാസിമ, എന്താണ്? ഇവിടെ ജാസിറിനെ കുറിച്ചിട്ട് ഒരു ചെറിയ പാരഗ്രാഫിൽ ഒരു 2 സെന്റൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആ ജാസിറിന്റെ സ്ഥാനത്ത് ബാസിമയാക്കിയിട്ട് മാറ്റി എഴുതാനാണ്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള തബ്ദീലാത്ത് മാറ്റങ്ങളോടുകൂടി എഴുതണം. ജാസിറുൻ ദാരിസുൻ മുജ്തഹിദുൻ, ജാസിർ എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിയാണ്. യദുർസു ഫി സൊഫിസാമിൻ, അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബൈത്തുഹു ഫിക്കറിയ, അവന്റെ വീട് ഗ്രാമത്തിലാണ്. ഹുവ യുഹിബുൽ ഹൈവാനാത്തി വത്തുയൂർ, അവന് മൃഗങ്ങളെയും പക്ഷികളെയും വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം? ജാസിറുൻ എന്നുള്ളത് ബാസിമയാക്കണം. ബാസിമ ദാരിസുൻ എന്നുള്ളത് ദാരിസ എന്നായിട്ട് മാറും. ബാസിമ ദാരിസത്തുൻ മുജ്തഹിദത്തുൻ എന്നായിട്ട് മാറും. ഓക്കെ, എദുറുസു എന്നുള്ളത് എന്താവും? തെദുറുസു എന്നായിട്ട് മാറും. അപ്പൊ തെദുറുസു ഫിസോഫിസാമിൻ, ബൈത്തുഹു എന്നുള്ളത്, ബൈത്തുഹു പറഞ്ഞാൽ അവന്റെ വീടാണ്. അപ്പൊ ബൈത്തുഹ, അവളുടെ വീട്, ഫീക്കറിയ ഗ്രാമത്തിലാണ്. ഹുവ യുഹിബു, അവൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവിടെ എന്തായി? ഹിയ തുഹിബു അൽ ഹയവാനാത്തി വത്തുയൂർ എന്നായിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഈ മാറ്റങ്ങളോട് കൂടിയിട്ട് സെന്റൻസ് എഴുതേണ്ടത്. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം നോക്കാം. അൻഷി സലാസ ജുംലൻ ലിദ്ദു തദ്ഖീനി ബി ഇസ്തിഖ്ദാമി നിക്കാത്തി താലിയ, താഴെ ചില സൂചനകൾ തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ഖീൻ, പുകവലിക്കെതിരെ നിങ്ങൾ 3 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യദുറുൽ കൽബ് സിഹത്തുൻ നഫ്സ് സിഹത്തുൽ ആഹിരീൻ ഇലാത്തുൽ മാൽ ആലമുൽ മുഹദ്റാത്ത് സബബുൽ ലിസർത്താൻ, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഒരെണ്ണം അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അത്തദ്ഖീനു അവ്വലു ബാബിൻ, തദ്ഖീൻ എന്ന് പറയുന്നത് ആദ്യത്തെ കവാടമാണ്. എന്തിന്റെ? ഇല ആലമിൽ മുഹദ്റാത്ത്, ബാക്കിയുള്ള എല്ലാ അക്രമത്തിന്റെയും ആദ്യത്തെ കവാടമാണ്. അപ്പൊ അവിടെ തദ്ഖീനു അവ്വലു ബാബിൻ എന്ന് കഴിഞ്ഞിട്ട് ഇല ആലമിൽ മുഹദ്റാത്ത് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് 2 എണ്ണം കൂടെ ഉണ്ടാക്കണം. ഒന്ന് പറയാം. അത്തദ്ഖീൻ സബബുൽ ലിസർത്താൻ, എന്താണ്? പുകവലി. ലിസർത്താൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് കാരണമാകുന്നു. അതുപോലെ തന്നെ അത്തദ്ഖീൻ യദുറുൽ കൽബ്, നമ്മുടെ കൽബിനെ എന്താ പറയാ, ദുഷ്കരമാക്കുന്നു എന്നാണ്. അഥവാ നല്ല എനർജി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാക്കില്ലേ, അങ്ങനെ ആക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 സെന്റൻസ് ഇതിൽ നിന്ന് എഴുതാം.
ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. ഇക്രൽ ജുംലത്താലിയ വബദ്ദിൽ കലിമാത്തി ബൈനിൽ കൗസേനി കമാഫിൽ മിസാൽ. താഴെയുള്ള ജുമല വായിക്കുക, എന്നിട്ട് ബ്രാക്കറ്റിൽ നിന്നും എടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ചേഞ്ചസോട് കൂടിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാല ഫീലിൽ അസദ്, ഫീല് അസദിനോട് പറയാണ് അന അക്ബർ, ഞാനാണ് വലിയവൻ, മിൻക യാ അസദ്, യാ അസദെ ഞാനാണ് നിന്നേക്കാൾ വലിയവൻ എന്ന് പറയാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് കെബീർ എന്നതാണ്. കെബീർ നമ്മൾ അക്ബർ ആക്കിയിട്ട് മാറ്റുകയാണ്. അഥവാ കെബീർ എന്ന് പറഞ്ഞാൽ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, അഥവാ സൂപ്പർലേറ്റീവ് പവർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ എങ്ങനെയാണ് അടുത്തത് എഴുതുക? കാലൽ കിത്തുൽ കിത്ത് ഫറിനോട്, പൂച്ച എലിയോട് പറയാണ് അന ഡാഷ്, എന്താണ്? കവിയ്, കവിയ് എന്നാണ് ശക്തിയുള്ളത്. അപ്പൊ ഏറ്റവും ശക്തിയുള്ളത് എന്ന് എങ്ങനെ പറയാ? അന അക്വാ. ഓക്കെ, അന അക്വാ മിൻക യാ ഫർ. ദെൻ കാല ലൊബിയിൽ അർണവ്, ലൊബിയ് മാന് മുയലിനോട് പറയാണ് അന ഞാനാണ് സെരിയ്, എന്താണ് സെരി എന്ന് പറഞ്ഞാല് വേഗതയേറിയത്. അപ്പൊ എങ്ങനെ പറയാ? അന അസ്റൗ, അന അസ്റൗ, അസ്റൗ പറഞ്ഞാൽ ഏറ്റവും വേഗതയേറിയത്. അന അസ്റൗ മിൻക യാ അർണബ്, ഞാനാണ് നിന്നേക്കാൾ ഏറ്റവും വേഗതയേറിയത്. നെക്സ്റ്റ് കാലൽ ലക്കിലക്കിൽ ഉറാബ്, ലക്കിലക്ക് കൊക്ക് ഉറാബിനോട് പറയാണ്, ഉറാബ് പറഞ്ഞാൽ കാക്ക, കാക്കയോട് പറയാണ് അന ഡാഷ് ജമീൽ, ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയാ? അന അജ്മലു, അന അജ്മലു മിൻക യാ ഉറാബ്, ഞാനാണ് നിന്നേക്കാൾ ഏറ്റവും ഭംഗിയുള്ളത് എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. കബീർ വരുമ്പോൾ അക്ബർ ആയിട്ട് മാറും, കവിയ് വരുമ്പോൾ അക്വ, സെരിയ് വരുമ്പോൾ എന്തായിട്ട് മാറും? അസ്റാവു, ജമീൽ വരുമ്പോൾ അജ്മൽ ആയിട്ട് മാറും. ദെൻ 16ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇക്റഉൽ ഫിക്റ അൻ ജവഹർലാൽ നെഹ്റു വഅൻഷു മിൻഹ തലാസ അസ്ഇല ബിഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാം ഫിൽ മുറബ്ബ്. ഈ ഫുൽ മുറബ്ബ് നമ്മൾ ആ ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നിട്ടുണ്ട്, അദവാത്തിൽ ഇസ്തിഫാം തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് ഈ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരിനെ കുറിച്ചിട്ടാണ്? അൻ ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് മൻ, മൻ എന്ന് വെച്ചാൽ ആര്, ഐന എവിടെ, മത്ത എപ്പോൾ, മാ എന്ത്. വായിച്ചു നോക്കാം. ഫിക്ര ഉലിദ സയ്യിദത്തു ജവഹർലാൽ നെഹ്റു ഫി നവംബർ 14, 1889. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഫി ഇലഹബാദ്, അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. അവലു റയീസുൽ വുസറാ ഫിൽ ഹിന്ദ്, അദ്ദേഹം എന്താണ്? ഇന്ത്യയുടെ ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. കാന സയ്യിദു ജവഹർലാൽ നെഹ്റു ആലിമൻ മഷ്ഹൂറൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ പണ്ഡിതനാണ് എന്ന് പറയാം. ദെൻ വലഹു കിതാബുൻ ഇസ്മുഹു, അദ്ദേഹത്തിന് ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ പേരെന്താണ്? ഇസ്മുഹു ഇക്തിഷാഫുൽ ഹിന്ദ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്, ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ളത്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? 3 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഇവിടെ 4 ക്വസ്റ്റ്യൻ വേർഡും തന്നിട്ടുണ്ട്. മൻ വെച്ചിട്ടുണ്ടാക്കാം. മൻ ഹുവ ജവഹർലാൽ നെഹ്റു, മൻ ഹുവ ജവഹർലാൽ നെഹ്റു, ആരാണ് ജവഹർലാൽ നെഹ്റു. പിന്നെ ഐന വെച്ചിട്ടോ, ഐന വുലിദ ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എവിടെയാണ് ജനിച്ചത്? ഐന വുലിദ ജവഹർലാൽ നെഹ്റു. ഇനി മത്ത വുലിദ ജവഹർലാൽ നെഹ്റു, നെഹ്റു എപ്പോഴാണ് ജനിച്ചത് എന്നും എഴുതാം. പിന്നെ മാ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം മാ ഇസ്മു കിതാബുഹു എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 17 നോക്കൂ. റത്തിബുൽ ജുംലൽ അത്താ തസീറുൽ ഹിക്കായ, ഇത് ഒരു ഹിക്കായയുടെ രൂപത്തിൽ കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വായിക്കാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയിട്ട് മാറും. ഒന്നാമത് വരേണ്ടത് ആമിറു ദാരിസുൻ നഷീത്തുൻ. രണ്ടാമത് വരേണ്ടത് യൗമൻ ഷഅറ ബി അലമി റസ്, അവർക്ക് ഒരു ദിവസം എന്താണ്? തലവേദന ഉണ്ടായി. ഖറജ മിബൈതി ഇലാ മക്ഹൽ കുമാർ, അങ്ങനെ അവൻ മക്ഹൽ കുമാറിലേക്ക് പോയി. അടുത്തതായിട്ട് വരേണ്ടത് ആത്ത ലഹു തോമസ് ഹൽവയാത്ത്, തോമസ് അവനക്ക് എന്ത് കൊടുത്തു? ഹൽവയാത്ത്, സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. അതിനുശേഷം ഷക്കർ ആമിറു ലി തോമസ്, അവന് തോമസിന്റെ അടുത്ത് നന്ദി പറഞ്ഞു. ലാസ്റ്റ് വരേണ്ടത് കാല തോമസ് ഫി നഫ്സിഹി മിസ്കീനും കത്വാക ഫി ഷബ്കത്തി, ഇതാണ് ഈ ഒരു ഹിക്കായ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അജബുൽ സലാസത്തി അസ്അൽ ഫഖദ്, ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ. കമ്മലിൽ മന്ദൂമ അലൽ വാദി ബി മുസാദത്തിൽ കലിമാത്തിൽ താലിയ, താഴെയുള്ള മന്ദൂമ വാദിയെ കുറിച്ചിട്ടുള്ള, താഴ്വരയെ കുറിച്ചിട്ടുള്ള ഒരു മന്ദൂമ, ഒരു പോമാണ് തന്നിട്ടുള്ളത്. അത് ആവശ്യമായിട്ടുള്ള സഹായമായിട്ടുള്ള വേർഡുകൾ താഴെ തന്നിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അൽ വാദി, വാദി എന്ന് പറഞ്ഞാൽ താഴ്വര. ജമീൽ, ഭംഗിയുള്ളത്. ഫനഷ്ഉറു, ഫനഷ്ഉറു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നി എന്നുള്ള അർത്ഥത്തിലാണ്. അർസ്, കുറ്റിച്ചെടികൾ. അൽ അസ്ഹാബ്, കൂട്ടുകാർ. അന്നഹ്ർ,
എന്താണ് പുഴ. അൽ അത്തിയാർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. അൽ അസ്ജാർ മരങ്ങൾ. അപ്പൊ എങ്ങനെ എഴുതാം? അലാ തഅതി ഇലൽ വാദി ഡാഷ് ഹുസ്നും വശക്കിൽ. അവിടെ എന്താണ്? ജമീലുൽ ഹുസ്നി വശക്കിൽ. വനംഷി ബൈന ഞങ്ങൾ നടന്നു. എവിടെയാണ്? ബൈന ഇടയിൽ. എന്തിന്റെ ഇടയിലാണ്? ബൈനൽ അസ്ജാർ മരങ്ങൾക്കിടയിൽ. മാ ഡാഷ് ബിൽഫറൈ സന്തോഷത്തോടു കൂടെ. ആരുടെ കൂടെയാണ്? മാ അൽ അസ്ഹാബ് കൂട്ടുകാരുടെ കൂടെ. ഡാഷ് ബർദത്ത് സഹില് ഞങ്ങൾക്ക് എന്താണ് തോന്നി. ഫനഷ്ഉറു ബർദത്ത് സഹില് വനഖൂദു ലഫത്തി ഞങ്ങൾ ഇരുന്നു. ലഫത്ത് തീരത്ത്. എന്തിന്റെ തീരത്താണ്? ലഫത്തു നഹർ പുഴയുടെ തീരത്ത്. നെറ ഞങ്ങൾ കണ്ടു. എന്താ കണ്ടത്? റക്കിസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്ന ആരാണ്? നെറൽ അത്തിയാർ പക്ഷികളൊക്കെ റാക്കിസ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന പക്ഷികളെ കണ്ടു. അല ഡാഷ് അലഷജരി എന്താണ്? അലൽ അർസി അലഷജരി അതുപോലെ പൂക്കളുടെ ഇടയിലൂടെയും മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പക്ഷികളെയൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഇതാണ് ഈ ഒരു ചെറിയ ഒരു പോം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാർ എന്താണോ ആദ്യം നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വേർഡ്സ് തന്നിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം തന്നിട്ടുള്ള വരികൾ വായിച്ചിട്ട് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ഓരോന്നും എഴുതി ചേർക്കുക. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ഐദൽ മുദക്കിറ അൻ ജമാലിൽ ബുസ്താനി ബി മുസാദത്തിൽ നിക്കാത്ത്. താഴെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിന്റെ സഹായത്തോട് കൂടിയിട്ട് ബുസ്താനുൻ ജമീൽ ഭംഗിയുള്ള പൂന്തോട്ടത്തെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അറാസുൻ മുഖ്തലിഫ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ. അസ്ഹാറുൻ റായിയ നല്ല ഭംഗിയുള്ള പൂക്കൾ. മനാലിറുൻ കബീറ കുറേ കാഴ്ചകൾ. തത്തീറു തുയൂർ പക്ഷികളൊക്കെ പറക്കുക. ഫറാഷാത്ത് പൂമ്പാറ്റകൾ. വൽ ആസീബ് തുമ്പികൾ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? ഹാദാ ബുസ്താനുൻ ജമീൽ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. ഫിഹ മനാലിറുൻ കസീറ അതിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഫിഹ എന്തൊക്കെയാണ്? അഹ്റാസുൻ മുഖ്തലിഫ അതിൽ നല്ല വ്യത്യസ്ത തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട്. വമുലവ്വനും ബിൽ അസ്ഹാരി റായിയ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. അതുപോലെ തന്നെ തെത്തീറു തുയൂർ ഹിലാലിൽ അസ്ജാർ പക്ഷികളൊക്കെ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പാറി നടക്കുകയാണ്. തെത്തീറുൽ ഫറാഷാത്ത് വലിയ ആസീബുമിൻ സഹിരി ഇലാ സഹിരിൽ മസ്റൂറ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പൂമ്പാറ്റകളും തുമ്പികളൊക്കെ സന്തോഷത്തോടു കൂടി പാറുന്നു. തഫൂൽ അത്തീറുൽ അസ്ഹാറുൽ ഉനാക്ക് അവിടെ ഒരുപാട് പൂക്കളുണ്ട്. മാ അജ്മല ഹാദൽ ബുസ്താനി എന്ത് ഭംഗിയുള്ള പൂന്തോട്ടം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു പൂന്തോട്ടത്തെ കുറിച്ചിട്ട് എഴുതേണ്ടത്. ഇനി ഇത്രയൊന്നും എഴുതാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള വേർഡ്സ് ഒക്കെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ സെന്റൻസുകളെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫിയ റാസുൻ മുഖ്തലിഫ ഫിയ അസ്ഹാറുൻ റാഹിയ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ സെന്റൻസുകളെങ്കിലും എഴുതുക. ഇനി അവസാനത്തേത് 20ാമത്തേത് സിൽ ബൈനൽ മുദൈൻ താഴെയുള്ള ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. ആമിറുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏതാണ്? ദാരിസും ഫിൽ മദ്രസ. ആമിർ എന്ന് പറയുന്നത് ഒരു സ്കൂൾ കുട്ടിയാണ്. തോമസ് എന്ന് പറയുന്നത് ഷാബുൻ നസ്വാബുൻ എന്നുള്ളതാണ്. കുമാറുമായിട്ട് റിലേറ്റ് ചെയ്തത് മുഅല്ലിമുൽ കഹ്വ. അതുപോലെ അബൂ സ്വാലിഹുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏതാണ്? മുദർരിസുൽ മദ്രസ സ്കൂളിലെ അധ്യാപകൻ. ഇനി അവസാന 21ാമത്തെ ചോദ്യം നോക്കാം. എജ്ലിസു ആമിറുൻ അലൽ മക്അദി മത്തുരിക്കി റസൗഫി കാത്തിൽ ഇംതിഹാനാത്ത്. എന്താണ്? ആമിർ സ്കൂളിൽ എക്സാം ഹാളിൽ തല താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജാ മുദരിസു ഇലൽ ഫതാറ ബൈനഹുമാ ഇവാർ. അങ്ങനെ മുദരിസ് അവന്റെ അടുത്തേക്ക് വന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഹിവാർ നടന്നു. ഐദ് ദാലിക്കൽ ഹിവാർ ആ ഹിവാർ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുദരിസ് എന്താ പറയാ? അസ്സലാമു അലൈക്കും യാ ആമിർ. ആമിറിനോട് സലാം പറയും. അപ്പൊ ആമിർ വഅലൈക്കും മുസ്സലാം എന്ന് പറയും. ഉസ്താദ് ചോദിക്കാനും മാ ബിക യാ ആമിർ എന്താ പറ്റിയത് ആമിറെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആമിർ വരും ലാ ഷൈഉൻ യാ ഉസ്താദ് ഒന്നുമില്ല എന്ന് പറയും. ഉസ്താദ് വീണ്ടും ചോദിക്കും, മുദരിസ് വീണ്ടും ചോദിക്കും ലിമ ജലസത്തി മുത്തറക്കി റസൗ നീ എന്താ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ആമിർ പറയും അസ്വാബനി അലമുദ്രാസ് എനിക്ക് തലവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ തല താഴ്ത്തിയിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ മുദരിസ് പറയാണ് യാ ആമിർ റഅയ്തുക ലാഹികൻ കുൽ അൽ ഹഖ്. ആമിർ നീ ഒന്ന് ചിരിക്കുക അപ്പൊ ശരിയാവുമെന്ന് പറയാണ്. അപ്പൊ ആമിർ പറയാണ് തനാവലത്തുൽ അൽവയാത്ത് ഫനസീതു കുല്ലൽ ഇജാബാത്ത്. എന്താണ്? ഞാനൊരു
ഞാൻ കുറച്ച് സ്വീറ്റ്സ് കഴിച്ചു, അതാണ് എനിക്കിങ്ങനെ എല്ലാ ഉത്തരങ്ങളും ഞാൻ മറന്നുപോയത് ആ സ്വീറ്റ്സ് കഴിച്ചത് കൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ മുദരിസ് പറയാണ് മിന്നൈന ഹൽവയാത്ത്, എവിടെ നിന്നാ നീ കഴിച്ചത്? വമൻ അത്താക്ക, നിനക്ക് ആരാ അത് തന്നത്? അപ്പോൾ ആമിർ പറയും സ്വദീഖി തോമസ്, എനിക്ക് തോമസ് ആണ്, കൂട്ടുകാരനായ തോമസ് ആണ് അത് തന്നത്. അപ്പോൾ മുദരിസ് പറയും യാ അസീസി, എൻ്റെ പ്രിയപ്പെട്ടവനെ, ഹുവ നസ്വാബുല്ല തുസാഹിബു അബദൻ, നീ ഇത് വീണ്ടും ആവർത്തിക്കരുത് എന്ന് പറയാൻ. അപ്പോൾ ആമിർ പറയും നാം യാ മുദരിസി, ശരി എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് അവർ രണ്ടുപേരും നടക്കാനിടയുള്ള ഒരു സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ഉത്തരങ്ങളായിട്ട് നിങ്ങൾ എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.